ജമാഅത്തിന്റെ യുവാക്കൾ, വിദ്യാർത്ഥിനികൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. വളരെ വൈകിട്ടുണ്ട്. ജമാഅത്തിന്റെ ഒരുപാട് ആൾക്കാർ ഉള്ളത് കൊണ്ട് അനിവാര്യമായ ചില വിഷയങ്ങൾ മാത്രം ജമാഅത്തിനെ പറ്റി, ജമാഅത്തിന്റെ സ്ഥിതിഗതികളെ പറ്റി ഒന്ന് രണ്ട് വാക്ക് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. കാരണം എല്ലാ സമയത്തും നിങ്ങൾ കിട്ടുന്നില്ല. ഇങ്ങനത്തെ ഒരു സമയത്ത് മാത്രമാണ് നിങ്ങൾ ഒഴിവായിട്ട് കിട്ടുന്നത്. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ ഉടനെ ഉസ്താദിന്റെ ഒരു സന്ദേശ ഭാഷണം ഉണ്ടാവും. ഉസ്താദ്മാർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്, അതും കൂടിയുണ്ട്. പിന്നെ ദുആ ഇരുന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. ഭക്ഷണമെല്ലാം ഉണ്ട്, അതെല്ലാം കഴിച്ചിട്ട് സീറിനെല്ലാം എടുത്തുകൊണ്ട് പോവാം. മാഷാ അല്ലാഹ് ഉസ്താദന്മാർ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഈ ഒരു പരിപാടി വളരെ ഭംഗിയായി, വളരെ അന്തസ്സോട് കൂടി ഈ പരിപാടി അൽഹംദുലില്ലാഹ് കഴിക്കാൻ സാധിച്ചു. ഏതൊരു പരിപാടിയും, ഏതൊരു സാധനയും, ഏതൊരു കാര്യക്രമവും അത് എളുപ്പത്തിൽ വരുന്നതല്ല. അതിൻ്റെ പിന്നിൽ, അതിൻ്റെ ബാക്ക് ഡോറിൽ ഒരുപാട് ത്യാഗങ്ങൾ ഉണ്ടാകും. ഒരു ത്യാഗം ഇല്ലാതെ, ഒരു സാധനയില്ലാതെ, ഒരു പ്രയത്നമില്ലാതെ ഒറ്റൊരു യശസ്സും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു പരിപാടി. ഒരുപാട് ദിവസങ്ങളായി രാത്രിയും പകലും അധ്വാനിക്കുന്ന നമ്മൾ യുവാക്കളുടെ ആ ഒരു ത്യാഗം കൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഇങ്ങനെയുള്ള ഒരു സുന്ദരമായ ഒരു പരിപാടി നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പോൾ അവർക്ക് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായി നമ്മളെ വിദ്യാർത്ഥികളുടെ ആ പ്രതിഭ വളരെ സന്തോഷമായി, മാഷാ അല്ലാഹ്, വർഷം തോറും നമ്മളെ വിദ്യാർത്ഥികളുടെ പ്രതിഭ പിന്നെ കൂടിക്കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അതിൻ്റെ പിന്നാലെ, അതിൻ്റെ ബാക്ക് ഡോറിൽ പ്രവർത്തിക്കുന്ന നമ്മളെ ഉസ്താദന്മാർ, നമ്മളെ മുദരിസ് ഉസ്താദ്, നമ്മളെ രണ്ട് സദർ ഉസ്താദന്മാർ, നമ്മളെ മുഅദ്ദിൻ ഉസ്താദ് പോലത്തുള്ള പ്രഗത്ഭമാരായ ഉസ്താദന്മാരുടെ പ്രയത്നമാണ് ഇതിൻ്റെ പിന്നാലെ. അൽഹംദുലില്ലാഹ് ജമാഅത്തിൽ ഒരുപാട് സംഘടനകളും പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ജമാഅത്തിന്റെ മുന്നോടി ആ ജമാഅത്ത് കമ്മിറ്റി മാത്രമല്ല, അവിടെയുള്ള എല്ലാ സംഘടനയുടെ ആ ഒത്തൊരുമ, ഐക്യത, ആ ഒരു കാര്യചട്ടുവട്ടിക്കയാണ് ഒരു ജമാഅത്തിന്റെ അഭിവൃദ്ധിന്റെ മൂല. ആ ഒരു ആ ഒരു സഹായം നമുക്ക് എല്ലാ സംഘടനകളിൽ നിന്ന് അൽഹംദുലില്ലാഹ് കിട്ടുന്നു എന്ന് പറയുന്നത് അത് വലിയൊരു നമ്മൾ ഈ ജമാഅത്തിന്റെ ഒരു നേട്ടമാണ്. കാരണം എല്ലാ യുവാക്കളും, വലിയവരും, ജമാഅത്തുകാരും എല്ലാവരുടെ സഹകരണം കിട്ടുക എന്ന് പറയുന്നത് ജമാഅത്തിന്റെ വലിയൊരു യശസ്സിന്റെ ഒരു ഗുട്ടാണ്. അൽഹംദുലില്ലാഹ് അത് നമ്മൾ ഈ ജമാഅത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നതാണ് വളരെ സന്തോഷം. അതുകൊണ്ടാണ് നമുക്ക് പലതും ചെറിയൊരു മഹല്ലിൽ 60-65 വീട് മാത്രമുള്ള ഈ മഹല്ലിൽ നമുക്ക് പലതും നേടിയെടുക്കാൻ സാധിക്കുന്നത്. അത് ഒരു പ്രസിഡന്റിന്റെയോ സെക്രട്ടറിന്റെയോ ഒരു ജമാഅത്ത് കമ്മിറ്റിന്റെ മാത്രം സാധനയല്ല. അവിടെ നമ്മളെ ഉസ്താദന്മാരും, നമ്മളെ ജമാഅത്ത് കമ്മിറ്റിയും, നമ്മളെ എല്ലാ സംഘടനകളും ഒക്കൂടി ഒരു കാര്യക്രമ യോജന കൊണ്ടുവരുമ്പോൾ അതിന്റെ കാര്യഗതത്തിലേക്ക് പ്രയത്നം ആക്കുന്നത് എന്ന് പറയുന്നതാണ് അവിടുത്തെ യശസ്സിന്റെ ഗുട്ട്. അൽഹംദുലില്ലാഹ്. അപ്പോ ഇവിടെ ദർസ് വളരെ സന്തോഷമായി നീങ്ങുന്നുണ്ട്. ബഹുമാനപ്പെട്ട സുനൈദ് സഖാഫി ഉസ്താദയുടെ നേതൃത്വത്തിൽ ദർസ് ഇവിടെ വളരെ സന്തോഷമായി, വളരെ ഭംഗിയോട് കൂടെ നീങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പുതിയ പ്രോജക്റ്റായ സീക്യും അൽഹംദുലില്ലാഹ് നമ്മളെ മദ്രസ ബിൽഡിങ്ങിൽ തന്നെ നടക്കുന്നുണ്ട്. 2ാമത്തെ വർഷത്തിലേക്ക് കാൽ വെച്ചിട്ടുണ്ട്. സീക്യു എന്ന് പറയുന്നതും നമ്മളെ ബാക്കിയുള്ള സംഘടന പോലെയുള്ള ഒരു സംഘടനയാണ്. നമ്മളെ ജമാഅത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിശേഷമായ ഒരു സ്കൂൾ സിസ്റ്റമാണ്. അൽഹംദുലില്ലാഹ് അതിൻ്റെ പിന്നാലെ നമ്മളെ കുഞ്ഞു കുട്ടികൾക്ക് നല്ലതായ ക്വാളിറ്റി ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതോട് കൂടെ നമ്മളെ ജമാഅത്തിന്റെ അഭിവൃദ്ധിയും അതിൻ്റെ ഒരു ഭാഗത്തുണ്ട് എന്ന് പറയുന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ പറഞ്ഞു, കാരണം 2025 ഇസവിലാണ് നമ്മൾ സീക്യു തുടങ്ങിയത്. അൽഹംദുലില്ലാഹ് അതിന്റെ ഫലം നമുക്കിപ്പോൾ കിട്ടാൻ തുടങ്ങി. ഒന്നാമത് പിള്ളേർക്ക് കിട്ടുന്ന എഡ്യൂക്കേഷനിലുള്ള ആ ഒരു ഫലം ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കിട്ടുന്നതോടൊപ്പം ജമാഅത്തിലേക്ക് അതിൽ നിന്ന് വരുന്ന വരുമാനത്തിന്റെ ഫലം നമുക്ക് കിട്ടാൻ തുടങ്ങി എന്ന് പറയാൻ ഞാൻ സന്തോഷിക്കുന്നു. അതിൻ്റെ സീക്കിന്റെ ഏവോ അതുപോലെ തന്നെ അതിൻ്റെ മാനേജ്മെന്റിന്റെ ആൾക്കാർ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന മാസം മുതൽ നമ്മളെ മദ്രസ, ദർസ്, അതുപോലെ തന്നെ നമ്മളെ ഓഫീസ്, നമ്മളെ സുന്നി സെന്റർ എല്ലാം അടങ്ങുന്ന ബിൽഡിംഗ് ഉണ്ട്. നമ്മളെ വലിയ ബിൽഡിംഗ് കാണുന്ന ആ ബിൽഡിങ്ങിന്റെ ഫുള്ള് കറണ്ട് ബില്ല് ഇൻഷാ അല്ലാഹ് വരുന്ന ശൈക്ഷണിക വർഷം ഉണ്ടാകുന്നത് വരെ ഞങ്ങളത് ഏറ്റെടുക്കാൻ ഏകദേശം 2000 ചില്ലറ രൂപ കറണ്ട് ബില്ല് വരുന്നുണ്ട്. അപ്പൊ അതിനെ ഞങ്ങൾ എല്ലാ മാസം പള്ളിക്ക് വേണ്ടി തരാമെന്ന് അവർ ഏറ്റെടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി വരും ദിവസങ്ങളിൽ ഇത് എല്ലാവരുടെ സഹകരണത്തോടു കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ഒരുപാട് നമ്മളെ ജമാഅത്തിന്റെ അഭിവൃദ്ധിക്ക് ഇതിൽ നിന്ന് വല്ലൊരു ഇൻകം എടുക്കാൻ സാധിക്കും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ ഇതിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും സഹകരിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു സന്തോഷമായ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം, SIR എന്ന ഒരു വലിയൊരു വിഷയം നമ്മളെ കർണാടക സ്റ്റേറ്റിൽ വന്നു. അപ്പോൾ
കഴിഞ്ഞ 3 മാസമായി അതിന്റെ പരിപാടികളൊക്കെ കർണാടക സ്റ്റേറ്റിൽ മൊത്തം നടക്കുന്നുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ നമ്മളെ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.5 കൊല്ലമായി ഈ SIR വേണ്ടി ഒരു പ്രിപ്പറേഷൻ നമ്മൾ നടത്തുന്നത്. ഈ 3 മാസം കൊണ്ട് നമ്മൾ നടത്തിയതല്ല. നമ്മുടെ ജമാഅത്തിൽ കഴിഞ്ഞ 2025 ഏപ്രിൽ ഈ വിഷയമായി നമ്മൾ ജമാഅത്തോടുകാരോട് പറയുകയും എല്ലാവരും നിങ്ങളെ വോട്ടർ ID ആരതൊക്കെ വോട്ടർ ID ഇല്ല ആ വോട്ടർ ID റെഡിയാക്കണം, ആധാർ ശരിയില്ല ആധാർ ശരിയാക്കണം ഒക്കെ നമ്മൾ നിർദ്ദേശം നൽകുകയും അതുപോലെ പ്രവർത്തിക്കുകയും മാത്രമല്ല SIR പ്രകടനം ആയതിന്റെ ശേഷം പ്രത്യേകമായ ഒരു ക്യാമ്പ് നമ്മൾ വെക്കുകയും ജമാഅത്തുകാർ എല്ലാവരും വിളിച്ച് എന്താണ് അവരുടെ പ്രോബ്ലം ഒക്കെ നോക്കി കഴിയുന്നതൊക്കെ ശരിപ്പെടുത്തി കൊടുക്കുകയും മാത്രമല്ല എന്താണ് നിർദ്ദേശങ്ങൾ വേണ്ടത് അതൊക്കെ ശരിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അൽഹംദുലില്ലാ. അങ്ങനെ അതിൻ്റെ ശേഷം SIR ഒഫീഷ്യലായി ഡിക്ലെയർ ആയതിൻ്റെ ശേഷം ജമാഅത്തുകാരുടെ എല്ലാവരുടെ വീട്ടിലേക്കും നമ്മളെ പ്രവർത്തകർ നമ്മളെ SIR ഒരു ടീം ഉണ്ടാക്കി. നല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നാട്ടിൽ എഡ്യൂക്കേഷനുള്ള യുവാക്കൾ ഉണ്ടായാൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് ഈ SIR ഒരു ഉദാഹരണമാണ്. ഞാൻ പറയാൻ അങ്ങനെയുള്ള ഒരു ടീം 7-8 കുട്ടികൾ നമ്മളെ ബാല്യക്കാർ ഒരു ടീം ഉണ്ടാക്കി. നല്ല ഡിഗ്രി ഒക്കെ പഠിച്ച കുട്ടികൾ ഒരു മീറ്റിങ്ങെല്ലാം വിളിച്ച് അവരെ എല്ലാ വീട്ടിലേക്ക് ഒരു ടീമായി നമ്മൾ അയച്ചു. അൽഹംദുലില്ലാ എല്ലാ വീട്ടിലും അവർ എനുമറേഷൻ ഫോം ഒക്കെ ഫില്ലപ്പ് ചെയ്തു, എല്ലാം സബ്മിറ്റ് ചെയ്തു. ഒരാളും പോകേണ്ടി വന്നിട്ടില്ല. നിങ്ങൾക്കറിയാം വീട് സ്കൂളിലും ആടെ ഈടെല്ലാം ആൾക്കാർ ഇതിൻ്റെ ക്യൂവിലും എല്ലാം നിൽക്കേണ്ടി വന്നിരുന്നു. പക്ഷെ നമ്മളെ ജമാഅത്തിൻ്റെ ഒരാൾക്കാർ SIR ബഗിൽ ആര് മുമ്പിൽ ഒരു പേപ്പർ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ ഫില്ലപ്പാക്കി തരി അല്ല ആര് മുമ്പിൽ ക്യൂ നിൽക്കേണ്ട ഒരു അവസരം നമ്മളെ ജമാഅത്ത് കമ്മിറ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മളെ യുവ സംഘടനകൾ ആർക്കും ഒരു അവകാശം കൊടുത്തിട്ടില്ല. എല്ലാവരും ഫോം ഫില്ലപ്പ് ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ സബ്മിറ്റ് ചെയ്തതിൻ്റെ ശേഷം കഴിഞ്ഞ 17-ാം തീയതിക്കാണ് അതിൻ്റെ ഒരു റഫ് മാറ്റർ മാഹിതി വരുന്നത്. അതായത് ഏകദേശം 171 ആൾക്കാരാണ് നമ്മളെ ഈ പാണ്ടിഗദ്ദ ബൂത്ത്, ഞാൻ എക്സാമ്പിൾ പറയാണ്, പാണ്ടിഗദ്ദ ബൂത്തിൽ 171 പേരെ കൈവിടാൻ പോവുകയാണെന്നൊരു മാഹിതി കിട്ടിയപ്പോൾ നമ്മളെ യുവാക്കളോട് പറഞ്ഞു നിങ്ങൾ BLM ആയിട്ട് ബന്ധപ്പെടണം. അവിടെ എന്താണ് നമ്മളെ ഈ 171 പേരിൽ നമ്മളെ മഹലിൽ ഈ പാണ്ടിഗദ്ദ അല്ല ഈ വീട്ടിൽ എത്ര ആളെ പേര് പോകുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ അവരെ ജോലിയൊക്കെ ഒഴിവാക്കി അവർ VLM അടുത്ത് പോയി നോക്കുമ്പോൾ പാണ്ടിഗദ്ദ ബൂത്തിൽ തന്നെ 41 നമ്മളെ നിഖില മഹലിന് 41 ആൾക്കാരുടെ പേര് ഒഴിവാക്കാൻ പോകണമെന്ന് മാഹിതി കിട്ടി. അങ്ങനെ BLM ആയിട്ട് നിരന്തരമായി ബന്ധപ്പെട്ട് 18-ാം തീയതിയാണ് ഇത് കരട് പ്രതിക്കുള്ള ലാസ്റ്റ് ഡേറ്റ്. അങ്ങനെ 15-ാം തീയതി വൈകുന്നേരമാണ് നമുക്ക് മാഹിതി കിട്ടുന്നത്. അങ്ങനെ 15-ാം തീയതി 18-ാം തീയതി ഫുള്ളായിരുന്ന് രാത്രി 12 മണി വരെ ഈ 41 ഡിലീറ്റ് ആവാൻ പോകുന്ന 41 പേരുകളെ ഫുള്ള് ചെക്ക് ചെയ്തു 12 മണിക്ക് ക്ലോസ് ചെയ്തു. എന്നിട്ട് അൽഹംദുലില്ലാ 41 ആളുകളിൽ നിന്ന് കേവലം 6 ആൾക്കാർ മാത്രം അവസാനമായി ബാക്കിയായത്. ആ 6 ആൾക്കാർ നമുക്ക് എന്തും ചെയ്യാൻ പറ്റില്ല. 6 ആൾക്കാരുടെ ഡിലീറ്റ് ആവാൻ പോകുന്നു എന്ന് അത് നമ്മൾ BLM അറിയിച്ചു. പക്ഷേ ഇന്നലെയാണ് ഈ കരട് പ്രതി ഇറക്കിയത്. അതായത് ആരൊക്കെ ഔട്ടാകുന്നുണ്ട് ആരൊക്കെ ഇന്നാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ 24-ാം തീയതിയാണ് നമ്മളെ കർണാടക സ്റ്റേറ്റിൽ ഇലക്ട്രൽ റോളിൽ പെർമനൻ്റായി പേര് ഉൾക്കൊള്ളാൻ പോകുന്ന ഒരു ലിസ്റ്റ് ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ ഇറക്കി. അങ്ങനെ ഞങ്ങളൊക്കെ ചെക്ക് ചെയ്തു. പാണ്ടിഗദ്ദയിൽ നമ്മൾ ജമാഅത്തിലുള്ള വോട്ടർമാർ 278 ടോട്ടൽ മൊത്തം ജമാഅത്തിൽ 278 വോട്ടർമാരുണ്ട്. അതിൽ പാണ്ടിഗദ്ദയിലുള്ളത് 159. അതുപോലെ തന്നെ പഞ്ച ബൂത്തിലുള്ളത് 92. ബൾപ്പ ബൂത്തിൽ 14. കൂത്തുകുഞ്ച ബൂത്തിൽ 9. അതുപോലെ തന്നെ ഏനക്കൽ 4. അങ്ങനെ മൊത്തത്തിൽ 278 വോട്ടർമാരിൽ ഞങ്ങൾ ഇന്നലെ ലിസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ചെക്ക് ചെയ്തു. അൽഹംദുലില്ലാ നിഖില മൊത്ത ജമാഅത്തിൽ ഒറ്റൊരു പേരും ഔട്ടായിട്ടില്ല എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ പുറമെ ഇപ്പൊ ഇന്ന് മുതൽ നോട്ടീസ് ഇഷ്യൂ ആവാൻ പോവുകയാണ്. എല്ലാവർക്കും ആരതൊക്കെ പേർ ഔട്ടാകുന്നുണ്ടോ അവർക്കെല്ലാം നോട്ടീസ് ഇഷ്യൂ ആകുന്നുണ്ട്. ആ നോട്ടീസ് ഇഷ്യൂ ആയവരൊക്കെ EROന്റെ അടുത്ത് പോകണം. ERO എന്ന് പറഞ്ഞാൽ നമ്മളെ താലൂക്ക് ലെവലിലുള്ള ഒരു ഓഫീസറാണ്. അയാളടുത്ത് നമ്മളെ വക്കീൽ കോർട്ടിന്റെ ജഡ്ജിന്റെ അടുത്ത് പോകുന്നത് പോലെ നമ്മ വിചാരണയ്ക്ക് പോകണം നോട്ടീസ് വന്ന ആൾക്കാർ. അപ്പൊ ഇൻഷാ അല്ലാഹ് നെക്കിലത്തെ ഒരാൾക്ക് നോട്ടീസ് വരാൻ പോകുന്നില്ല. ഒരു പക്ഷേ വന്നാൽ ഞങ്ങൾക്ക് പെട്ടെന്നായി മാഹിതി തരണം. അതിനെന്ത് വേണം ഇൻഷാ അല്ലാഹ് അതിന്റെ നടപടി നമുക്ക് എടുക്കാം. സുള്ള താലൂക്കിൽ ടോട്ടൽ ഔട്ടായത് ഇലക്ഷൻ
വോട്ടർ ലിസ്റ്റിൽ നിന്ന്, മതദാന പട്ടികയിൽ നിന്ന് പുറത്തേക്ക് പോയ ആള് 13,888 ആൾക്കാരാണ്. അപ്പൊ ഓരോന്ന് 320 ബൂത്താണ് സുല്ല താലൂക്കിലുള്ളത്, 328 ബൂത്താണ് സുല്ല താലൂക്കിലുള്ളത്. അപ്പൊ സരാസരി ഓരോന്ന് ബൂത്തിലും 60 വോട്ടുകാർ ഔട്ടായിട്ടുണ്ട്. 60 പേര് ഔട്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളെ പാണ്ടിഗദ്ദ ബൂത്തിൽ ഏകദേശം 41 ആൾക്കാർ എന്തോ ഔട്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളെ നെക്കീലയിൽ നമ്മളെ ജമാഅത്തിന്റെ വ്യാപ്തിയിൽ ഒരാളും ഔട്ടില്ല. അപ്പോ ഞങ്ങൾ ഒരു തോറുമട്ട് ഈ പരിപാടിന്റെ ഇടയിൽ നമ്മളെ സംഘാടകർ, നമ്മളെ പ്രവർത്തകർ ഒരു തോറുമട്ടിന്റെ ഇത് ചെക്ക് ചെയ്തപ്പോൾ നെക്കില ജമാഅത്തിൽ ഒരാളും ഔട്ടായിട്ടില്ല എന്നാണ് നമുക്ക് മാഹിതി കിട്ടിയത്. ഒരു പക്ഷെ ആർക്കെങ്കിലും നോട്ടീസ് വന്നാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അതിന് വേണ്ടിയ വ്യവസ്ഥകളൊക്കെ ചെയ്യാം. കാരണം സുല്ല താലൂക്കിലേക്ക് ഒരേ ERO ഉള്ള ഈ ERO ഒരുത്തനല്ലേ, ഇയാളെ അടുക്കിലേക്ക് വരുന്ന സെപ്റ്റംബർ 27 ഉള്ളിൽ, സെപ്റ്റംബർ 27 13,888 ആൾക്കാർ വിചാരണയ്ക്ക് പോകണം. ഞാൻ ആലോചന ആക്കണം. അപ്പൊ ഇത് നടക്കാൻ പോകുന്ന ഇതിന്റെ വിഷയമല്ല. കാരണം ഈ 14,000 ആൾക്കാർ ഒരു EROന്റെ അടുത്ത് പോയിട്ട് വിചാരണയ്ക്ക് ഇരുന്നിട്ട് അത് ഈ 10-20 ദിവസത്തിനുള്ളിൽ അത് ക്ലിയർ ആവുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹന്തത്തിലേക്ക് നമ്മൾ നീങ്ങുന്ന വേണ്ടാന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇത്തരം രാത്രിയും പകലും ഇതിന് അധ്വാനിച്ചിട്ട് നമ്മൾ ഈ പ്രയത്നമാക്കിയത്. നിങ്ങളുടെ സഹകരണം, നമ്മളെ ജമാഅത്തുകാർ എല്ലാവരോടും സഹകരണം, അതിന് വേണ്ടി ഡോക്യുമെന്റ് എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടെല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ട് ആക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകമായി നമ്മൾ ആ SIRന്റെ ടീം പാവം രാത്രി 2 മണി വരെ അവർ വീട്ടിലേക്ക് പോയിട്ട് അതിന്റെ ഫോർമുകളൊക്കെ ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ ശേഷവും അവർ പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. അപ്പൊ അവർക്ക് ഞാൻ പ്രത്യേകമായ ഒരു അഭിനന്ദനങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അപ്പോ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ജമാഅത്തുകാരായ നിങ്ങൾ എല്ലാവരുടെ സഹകരണങ്ങൾ, സപ്പോർട്ടുകളും എല്ലാ സമയത്തും ഉണ്ടാവണം. കാരണം നമ്മൾ ഒന്നിച്ചാൽ, നമ്മളെ ജമാഅത്തുകാർ നമ്മൾ ഒന്നിച്ചാൽ ഇൻഷാ അല്ലാഹ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ ബാക്കിലേക്ക് തിരിഞ്ഞാൽ കാണാം. ഏകദേശം 60-70 ലക്ഷം ചെലവഴിച്ച് ഈ ചെറിയൊരു ജമാഅത്തിൽ ഇങ്ങനെയുള്ള ഒരു ബിൽഡിംഗ്, ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് കേവലം നമ്മൾ ഐക്യത കൊണ്ടാണ്. ഈ ഐക്യത ഇൻഷാ അല്ലാഹ് എപ്പോഴും നിലനിർത്തണം. ചെറിയ വിഷയങ്ങളും ചെറിയ സമസ്യകളൊക്കെ ഉണ്ടാകാം. ഒരു ജമാഅത്ത് വീട്ടിൽ തന്നെ ഉണ്ടാകും. പക്ഷെ ഒരു ജമാഅത്തിൽ ഉണ്ടാകുമ്പോൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതൊക്കെ പരിഹരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഒന്നിച്ച് നമ്മൾ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണം. അപ്പൊ ഇൻഷാ എല്ലാവർക്കും ഞാൻ പ്രത്യേകമായ നമ്മളെ മിലാദ് സമിതിന്റെ അധ്യക്ഷരടക്കമുള്ള സെക്രട്ടറി അടക്കമുള്ള എല്ലാവരും, പാവം നമ്മളെ സെക്രട്ടറി മാഷാ അല്ലാഹ് അയാൾക്ക് മിലാദും ഇല്ല, റാലിയും ഇല്ല, ഫംഗ്ഷനും ഇല്ല, എന്തും ഇല്ല. ഇന്നലെ കീഞ്ഞിനെ അടിക്കാക്കുന്നത്. അങ്ങനെയുള്ള നിസ്വാർത്ഥരായ പ്രവർത്തകരുടെ രാത്രി പകലുടെ അധ്വാനം കൊണ്ടാണ് ഇവിടേക്ക് ജോലി വരുന്നത്. കടബത്ത് താമസിക്കുന്ന യുവാക്കളാണ്, കളഞ്ച ഭാഗത്ത് താമസിക്കുന്ന യുവാക്കളാണ്. രാത്രി അവരുടെ പണിയെല്ലാം വിട്ടിട്ട് വന്നിട്ട് 12-2 മണി വരെ ഇവിടെ അധ്വാനിക്കുന്നത്. മാഷാ അല്ലാഹ് നമുക്ക് ഭയങ്കര ഒരു അഭിമാനമാണ് നമ്മളെ യുവാക്കളെ പറ്റി. അപ്പൊ ഈ ഒരു ഒത്തൊരുമ എപ്പോഴും ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ടും നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നു. മിലാദ് സമിതിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങൾ, ഈ നന്ദികൾ ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ ഉസ്താദന്മാർക്ക് ചിരു കാണിക്കേണ്ട മിലാദ് സമിതിന്റെ വകയിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് നമ്മളെ ഉസ്താദന്മാർക്ക് എത്ര കൊടുത്താലും പോരാ. പക്ഷേ നമ്മളെ കഴിവിന്റെ പരമാവധി ചെറിയൊരു ഒരു ഗിഫ്റ്റ് ഇൻഷാ അല്ലാഹ് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. നമ്മളെ കമ്മിറ്റിന്റെ സെക്രട്ടറി അടക്കമുള്ള എല്ലാ ഭാരവാഹികളൊന്നും വരണം. അതുപോലെ തന്നെ മിലാദ് സമിതിന്റെ അധ്യക്ഷർ, സെക്രട്ടറി അടക്കമുള്ള എല്ലാവരും വേദിയിലേക്ക് വരണം. ബഹുമാനപ്പെട്ട നമ്മളെ ജുനൈദ് സഖാഫി ഉസ്താദ് നമ്മളെ മുദർരിസാണ്. മാഷാ അല്ലാഹ് നല്ല എഡ്യൂക്കേഷൻ, നല്ല ബൗദ്ധികവും അതുപോലെ തന്നെ ധാർമ്മികവും ശൈക്ഷണികമായി വളരെ പ്രഗത്ഭമായ, വളരെ പ്രൗഢിമയുള്ള ആലിമാണ്. അതുപോലെ തന്നെ എല്ലാ ഡിഗ്രി അടക്കമുള്ള എല്ലാ ക്ലാസ്സുകൾക്കും ട്യൂഷൻ കൊടുക്കാനുള്ള ആ ഒരു പക്വതയുള്ള ഒരു എഡ്യൂക്കേഷനുള്ള ഉസ്താദാണ്. മാഷാ അല്ലാഹ് നമ്മളെ 6 മാസത്തോളമായി നമ്മളെ കൂടെ നമ്മളോടൊക്കെ എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് നേതൃത്വം നൽകുന്നുണ്ട്. എല്ലാവിധ ആശംസകൾ ഉസ്താദ് എനിക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ നേർന്നതോട് കൂടെ കമ്മിറ്റിക്കാർ ഉപാധ്യക്ഷർ വരി, മിലാദ് സമിതി അധ്യക്ഷർ വരി. ഉപാധ്യക്ഷർ, മിലാദ് സമിതി അധ്യക്ഷർ, ഖസാൻജി അടക്കമുള്ള എല്ലാവരും. ടൈം ലേറ്റായിക്കൊണ്ടു.
മീലാദ് സമിതി അധ്യക്ഷർ അബ്ദുറഹ്മാൻ അടുക്ക, ഇല്ലെങ്കിൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ആരെയും പേര് ഈ ടൈം ആവുന്നുണ്ട്. ഇസ്മായിൽ വലാറ ബരി, അത് ചെയ്യില്ലേ റഫീഖ് ഹസനാർ ബരി. മിലാദ് സമിതിന്റെ ട്രഷറർ ഉണ്ടല്ലേ, ഈ ഗിഫ്റ്റ് സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട നമ്മളെ സ്ഥലം മുദരിസ് ബഹുമാനപ്പെട്ട സുനൈദ് സഖാഫി ഉസ്താദ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി ബഹുമാനപ്പെട്ട നമ്മളെ നിഖില സദർ ഉസ്താദ് ഉസ്മാൻ സഖാഫി ഉസ്താദ് ഏകദേശം 4 വർഷത്തോളമായി നമ്മളെ മഹല്ലിൽ വളരെ നല്ല നിലക്ക് നമ്മളെ വിദ്യാർത്ഥികൾക്ക് ഇത് മദ്രസ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. മാഷാ അല്ലാഹ്, വർഷം തോറും നമ്മളെ കുട്ടികൾ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക്, കുട്ടികൾ ഒരു ഭാഗത്ത് കുറഞ്ഞു പോകുമ്പോൾ ഉള്ള കുട്ടികൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ആകുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും പറയാ, നമ്മളെ വളരെ സിസ്റ്റമാറ്റിക് ആയ ഒരു മദ്രസ വിദ്യാഭ്യാസമാണ് നമ്മൾ കൊടുത്തോണ്ടുള്ളത്. അപ്പൊ എല്ലാവരും കൂടുതലും അത്ര ഓരോരോ പാരന്റ്സുകൾക്ക് ഓരോരോ കുട്ടികളെ ഏടെ കൂട്ടണമെന്ന് തീരുമാനിക്കേണ്ടത് ആ പാരന്റ്സ് ആണ്. എന്നാലും നമ്മളെ മദ്രസിനെ എല്ലാവരും കഴിയുന്നത്ര ഉപയോഗപ്പെടുത്തണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയോടുകൂടെ ഉസ്താദിற்கு എല്ലാവിധ അഭിനന്ദനങ്ങൾ ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയൊരു കാണിക്കை സ്വീകരിക്കണമെന്ന് ഉസ്താദിനോട് ആവശ്യപ്പെടുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട അസീസ് സയ്യിദി ഉസ്താദ് തന്നെ പറഞ്ഞു, എല്ലാവരും കുറച്ചു നേരം ഒരു ഭാവുകമായ ഒരു കരച്ചിൽ വന്ന ഒരു സ്പീച്ചായിരുന്നു ഉസ്താദിന്റെ. ഏകദേശം 10 വർഷത്തെ ഒരു മഹലിൽ നിൽക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല ഇപ്പത്തെ കാലത്ത്. മാഷാ അല്ലാഹ്, കുട്ടികൾ 1ആവട്ടെ 2ആവട്ടെ കുറച്ചാവട്ടെ, 1ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ഒറ്റ ഒരു ഉസ്താദ് എല്ലാ സിലബസും, ഏതായാലും ഒരു കിടാവാണെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ആക്കണം. അത് എത്ര ബുക്ക് ഉണ്ടോ അത്ര ബുക്കും കംപ്ലീറ്റ് ആക്കണം, അത്ര സിലബസുകളും കംപ്ലീറ്റ് ആക്കണം. ഇതുവരെ 10 വർഷത്തിൽ അതിന്റെ മാർക്കിലോ അല്ലെങ്കിൽ അവർ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയിലോ ഒന്നും വരാതെ ഉസ്താദ് വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് നമ്മളെ നെല്ലിക്കട്ട മദ്രസ, മിസ്ബാഹുൽ മദ്രസ, നെല്ലിക്കട്ട മദ്രസയുള്ള കുട്ടികളെ നല്ല ഇസ്ലാമിക രീതിയിൽ നല്ല അവർ ശൈക്ഷണികമായി നല്ല അഭിവൃദ്ധിയായിട്ടുണ്ട്. ഉസ്താദിനിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദിനെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മളെ മുഅസ്സിൻ ഉസ്താദ് കുറച്ച് ആരോഗ്യപരമായ വിഷയം കൊണ്ട് വെച്ച് റെസ്റ്റ് എടുക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, കഴിഞ്ഞ റമളാനിന്റെ ശേഷം നമുക്ക് മുഅദ്ദിനായിട്ട് വന്നതാണ് ഉസ്താദ്. നല്ല സാധു മനുഷ്യനാണ്. തന്റെ ആ കർത്തവ്യത്തിന് വളരെ അന്തസ്സായി പ്രവർത്തിക്കുന്ന ഒരു ഉസ്താദാണ്. ഉസ്താദിനിക്കും ഈ സന്ദർഭത്തിൽ എല്ലാവിധ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് പരിപാടി പോവുകയാണ്. ഉസ്താദിന്റെ ഒരു മീലാദ് സന്ദേശത്തോടു കൂടെ ദുആയോട് കൂടെ ഇൻഷാ അല്ലാഹ് ഈ പരിപാടി നമ്മൾ അവസാനിക്കുന്നു. പിന്നെ ഭക്ഷണം ഉണ്ട്, ഇൻഷാ അല്ലാഹ് നിസ്കരിച്ചിട്ട് സ്വീകരണം എടുത്തുകൊണ്ട് പോവാം. അപ്പൊ ആദരപൂർവ്വം ഉസ്താദിനെ ക്ഷണിച്ചോളൂ. السلام عليكم ورحمة الله وبركاته.
بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും ആദരം ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, ജമാഅത്തിലെ നേതാക്കളെ, സദസ്സിലുള്ള മുത്തുമുഅ്മിനീങ്ങളെ, മുത്തഅല്ലിമുകളെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വളരെ മഹത്വമേറിയ ഒരു മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയത്. ലോകത്തിന്റെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജന്മദിനം ആചരിച്ചു കൊണ്ടുള്ള ഒരു വേദിയാണ്. വളരെ മഹത്വമേറിയ വേദിയാണ് എന്നുള്ളത് നിങ്ങളെ പ്രത്യേകമായി അറിയിക്കേണ്ടതില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയലും അടുത്ത മേലെ സ്വലാത്തുകൾ പറയലും ഹുബ്ബുൻ നബിയ്യി വമദ്ഉഹു ഖൈറുൽ അമൽ, വലിയൊരു സൽക്കർമ്മമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ മദ്ഹ് പറയലും സ്വലാത്തുകൾ ചൊല്ലലും അവിടുത്തെ സ്നേഹം പ്രകടിപ്പിക്കലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദും അവിടുത്തെ മദ്ഹ് പറയുകളെല്ലാം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത ഒരു കാര്യമാണ്. വറഫഅനാ ലക ദിക്റക്, നബി അങ്ങയുടെ സ്മരണത്തെ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്മരണ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ പൂർത്തിയാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെയുള്ള വിശ്വാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയെല്ലാം പറയപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ ഉസ്കറു ഇല്ലാ മഅ ദുകിർത മഈ. നബിയെ, എന്നെ എവിടെയെല്ലാം പറയപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം തങ്ങളെ പറയപ്പെടുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ടാണ് നമ്മുടെ ഈ നാടിന്റെ പരിപാടി കാണുമ്പോൾ വളരെ സന്തോഷമായി ഈ നാട്ടിലുള്ള എല്ലാവരും, ചെറിയവരും വലിയവർ, യുവാക്കൾ എല്ലാവരും നാടൊന്നടകം ഇറങ്ങി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിപാടി വിജയിപ്പിച്ചത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. മറ്റു നാടുകളിൽ നമ്മളുണ്ടായിരുന്നു, ഖിദ്മത്തുകൾ ചെയ്തിരുന്നു. അതുപോലെ സാഹചര്യമല്ല ഇവിടെ കാണുന്നത്. നമ്മുടെ നാട്ടിലെ യുവാക്കളെ ആവേശവും, നമ്മുടെ നാട്ടിലെ മീലാദ് സമിതിയും അതുപോലെ ജമാഅത്ത് സമിതിയും എല്ലാ സംഘടനകളും ഒന്നിച്ച് വളരെ ആവേശത്തോടു കൂടെ ഒരു നാട് ഒന്നാകെ ഏതെങ്കിലും ചെറിയ രീതിയിൽ സഹകരണം ഇല്ലാത്ത ഒരു ആൾക്കാരെ നമുക്കിവിടെ കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ഒരു നാട്ടിൽ കാണുന്നത് ചുരുങ്ങിയൊരു 5% 10% ആൾക്കാർ ഒരു പ്രവർത്തന രംഗത്തുണ്ടാകും. അങ്ങനെയല്ല. അൽഹംദുലില്ലാഹ്, നാടൊട്ടാകെയും ഇതിലിറങ്ങി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ ആ പരിപാടി വളരെ വിപുലമായി നടത്താൻ എല്ലാവരും സഹകരിച്ചു. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഇതിനധ്വാനിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിലുള്ള ദർസ് വിദ്യാർത്ഥികൾക്കും കൂടി പ്രൈസുകൾ, ബഹുമാനങ്ങൾ ഇവിടെ നാട്ടുകാർ തന്നെ നൽകി. അൽഹംദുലില്ലാഹ്, അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. അതിനുവേണ്ടി സഹായിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലങ്ങൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിപാടി എന്ന് പറയുമ്പോൾ നാം അതിൽ സജീവമായി ഇടപെടണം. കാരണം നാം ഇല്ലെങ്കിലും കൂടി ഈ പരിപാടി നടക്കും. പക്ഷെ ഇത്ര പരിപാടി നടക്കുമ്പോൾ നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഒരു ചെറിയ ഖിദ്മത്ത് ഉണ്ടായാൽ അത് നമ്മുടെ ഭാഗ്യമാണ്. ഇനി നമ്മൾ മാറി നിന്നാലും ഈ പരിപാടി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തതാണ്. വറഫഅനാ ലക ദിക്റക്, നബി അങ്ങയുടെ സ്മരണം അത് ഞങ്ങൾ ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരെ കൊണ്ട് അതിനൊന്നും താഴ്ത്താൻ കഴിയില്ല. വളരെ വിപുലമായി തന്നെ നടക്കും. അപ്പോൾ ഏതൊരു പരിപാടിയും ഹബീബായ തങ്ങളുടെ പരിപാടി ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൽ എത്ര കണ്ടുകൂടാൻ കഴിയുന്നുണ്ടോ ആ രീതിയിൽ നാം സഹകരിച്ചാൽ അത് നമ്മുടെ വിജയമാണ്, നമ്മുടെ ആഖിബത്ത് നന്നാകാൻ വലിയ കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ.
ഇൻഷാ അല്ലാഹ് ഈ വൈകിയ വേളയിൽ ഞാൻ എന്നും സുദീർഘമായി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തു. അൽഹംദുലില്ലാ, നമ്മുടെ അടുത്ത കൊല്ലത്തേക്കുള്ള പട്ടി നാം ചെയ്യലുണ്ട്. രാവിലെ പലരും ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലെ, എത്ര കേജ് മാംസം അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനം പറയുന്നവരുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. ഏതായാലും നിങ്ങൾ കൊടുക്കും. നമ്മുടെ അടുത്ത കൊല്ലത്തേക്ക് നമുക്കൊരു വലിയൊരു കാവലാകാൻ ഒരു കാരണമാകുന്ന ഒന്നാണ്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്നായി പറഞ്ഞാൽ, നേരത്തെ രാവിലെ ഇല്ലാത്ത ആള്. ഇൻഷാ അല്ലാഹ് ആദം, അൽഹംദുലില്ലാ, നമ്മുടെ ആദമിച്ച ഒരു കേജ് അല്ലെ ഏറ്റെടുത്തിട്ട് അല്ലാഹു നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അർഹമായ പ്രതിഫലങ്ങൾ നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. അദ്ദേഹത്തിലേക്ക് നല്ല ആഫിയത്തും ആരോഗ്യം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. എല്ലാ പ്രയാസങ്ങൾ വിഷമങ്ങളെല്ലാം നീ നീക്കി കൊടുക്കണം റഹ്മാൻ. മറ്റാരുണ്ടെങ്കിൽ രാവിലേക്ക് എല്ലാവർക്കും ദ്വാരുന്നതാണ്. ആരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്നായിട്ട് പറയാം. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ദുആ ചെയ്ത് നമ്മുടെ സദസ്സ് നാം ഇവിടെ പിരിയാം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഭക്ഷണം എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സീരണിയും കൈസീരണിയും എല്ലാം ഉണ്ട്. അതെല്ലാം വാങ്ങി നല്ല സന്തോഷത്തോടു കൂടെ റാഹത്തോടു കൂടെ പിരിയണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. പുത്തു സാഹിബ്, അദ്ദേഹം 2 kg ഏറ്റെടുത്ത് അല്ലാഹു നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹു നീ സ്വീകരിക്കണം റഹ്മാനെ. അർഹമായ പ്രതിഫലങ്ങൾ നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണം റഹ്മാനെ. നല്ല ആഫിയത്തും ആരോഗ്യം അദ്ദേഹത്തിലേക്ക് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഹാഷിർ ബൽപ്പ 2000 രൂപ വാഗ്ദാനം ചെയ്തിട്ട് അല്ലാഹുവെ നീ സ്വീകരിക്കണം. അല്ലാഹ് നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അർഹമായ പ്രതിഫലങ്ങൾ നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങൾ വിഷമങ്ങളെല്ലാം നീ നീക്കി കൊടുക്കണം റഹ്മാൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കുടുംബത്തിലെല്ലാം വലിയ ബറക്കത്തും വലിയ സന്തോഷം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആഷിക്ക് ജലക്കതൾ 1000 രൂപ വാഗ്ദാനം ചെയ്തിട്ട് അല്ലാഹു നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അർഹമായ പ്രതിഫലങ്ങൾ നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. എല്ലാ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് നീ സലാമത്ത് നൽകണം റഹ്മാനെ. ആരെ ഇർഫാൻ എത്ര 2 കിലോ അല്ലേ? അല്ലാഹു നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹു നീ അർഹമായ പ്രതിഫലങ്ങൾ നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അദ്ദേഹത്തിലേക്ക് നല്ല ജോലിയും നല്ല സന്തോഷം എല്ലാം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. എല്ലാ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അദ്ദേഹത്തെയും കുടുംബത്തെയും നീ കാത്തു സലാമത്താക്കണം റഹ്മാനെ. അബ്ദുള്ള ദേലമ്പാടി, അദ്ദേഹം 4 kg വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ആഷിർ നാസിർ പി എ 3 kg വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹ് നീ സ്വീകരിക്കണം റഹ്മാനെ. എല്ലാവരും ആമീൻ പറയാ. അല്ലാഹു നീ അവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണം റഹ്മാനെ. എല്ലാ പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം നീക്കി നല്ല സന്തോഷമുള്ള ജീവിതം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആര് കാതർച്ച ജലക്കതോടെ 1 kg ആണ്. അല്ലാഹു നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നീ അദ്ദേഹത്തിന് നല്ല ആഫിയത്തും ആരോഗ്യം നീ നൽകണം റഹ്മാൻ. അദ്ദേഹത്തിന് എല്ലാ പ്രയാസങ്ങൾ വിഷമങ്ങളെല്ലാം നീ നീക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവെ, അടുത്ത കൊല്ലത്തേക്കാണ് എല്ലാവരും വാഗ്ദാനം ചെയ്തത്. അതുവരെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിലും ഈ സദഖയുടെ ബറക്കത്തുണ്ട്. അതെല്ലാം നീ നീക്കി നല്ല സന്തോഷമുള്ള ജീവിതം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഷരീഫ് കൊട്ലിപ്പേട്ട 1 kg അല്ലാഹ് നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നീ അർഹമായ പ്രതിഫലങ്ങൾ നീ നൽകണം റഹ്മാനെ. അദ്ദേഹത്തിന് എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലാ പ്രയാസങ്ങൾ വിഷമങ്ങളെല്ലാം നീ നീക്കി കൊടുക്കണം റഹ്മാനെ.
ഹാജനിക്ക് നേരത്തെ ഫസ്റ്റ് സെക്കൻഡ് കൊടുത്ത ജലീൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിലാണ്. അള്ളാഹു അതിന്റെ മിത്ര സവാബ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ആ പിതാവിന്റെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഹബീബായ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഖബറിൽ നീ സ്വർഗീയ സുഖങ്ങൾ കൊണ്ട് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് പറയുക. പ്രത്യേകമായിട്ട് എല്ലാവർക്കും ഇത് വെച്ച നമ്മുടെ ഇസ്മായിലിച്ച 2000 ഇസ്മായിലിച്ച 2000 രൂപ വാഗ്ദാനം ചെയ്യണം. അള്ളാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. എം കെ ഇസ്മായിൽ നീ സ്വീകരിക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം നീക്കി നല്ല സന്തോഷമുള്ള ജീവിതം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. സൽമാൻ ഫാരിസ് 2 kg. അള്ളാഹു നീ സ്വീകരിക്കണം റഹ്മാനെ. അള്ളാഹ് നീ അർഹമായ പ്രതിഫലങ്ങൾ നീ നൽകണം റഹ്മാനെ. അദ്ദേഹത്തിന് എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണം റഹ്മാനെ. എല്ലാ ആഫത്തും മുസീബത്തുകളെ തൊട്ട് നീ സലാമത്ത് നൽകണം റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മുടെ KCF-ന്റെ ഒരുപാട് പ്രവർത്തകർ നാട്ടിലുണ്ട്. നമ്മുടെ മീലാദ് പരിപാടിയുമായി നല്ല രീതിയിൽ സഹകരിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവാസ ജീവിതത്തിലും അതുപോലെ തന്നെ കുടുംബത്തിലെല്ലാം അള്ളാഹു വലിയ ബറക്കത്തും വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗൾഫിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ വലിയ സംഖ്യകൾ വാഗ്ദാനം ചെയ്തവരാണ്. അള്ളാഹു നീ കബൂൽ ചെയ്യണം റഹ്മാൻ. അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് നേരം ഇപ്പൊ എന്തും ആർക്ക് പെട്ടെന്നൊന്നും മഴയുള്ളത് കൊണ്ട് പോകാൻ കഴിയില്ല. ഒരു അഷറൊക്കെ ഒരു 4 വരി പാടി നമുക്ക് ദുആ ചെയ്യാം. أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه السرور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح صدوري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا حبيبي يا محمد يا أروس الخافقين يا مؤيد يا ممجد يا إمام القبلتين يا نبي سلام عليكم
يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. صلوا وسلموا على خير البشر. اللهم صل على آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. ഇതുവരെ കഷ്ടപ്പെട്ട അധ്വാനിച്ച ഓടി നടന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ചെറിയ ദുആ ആണ്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. റഹ്മാനും റഹീമുമായ അല്ലാഹ് നമ്മുടെ മജ്ലിസ് നീ കബൂൽ ചെയ്യണ റഹ്മാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ ജന്മദിനം കൊണ്ടാടാൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ചെറിയവരും വലിയവരും വിശിഷ്യ യുവാക്കൾ വളരെ കൂടുതൽ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവരാണ് റഹ്മാനെ. ഓടി നടന്നവരാണ് റഹ്മാനെ. കഷ്ടപ്പെട്ടവരാണ് റഹ്മാനെ. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ഏറ്റെടുത്തവരാണ് റഹ്മാനെ. പലരും വലിയ സംഭാവനകൾ നൽകിയവരുണ്ട് റഹ്മാനെ. അടുത്ത കൊല്ലം കൂടി മീലാദ് വിജയിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഒരുപാട് ഏറ്റെടുത്തവരാണ് റഹ്മാനെ. അല്ലാഹ് നീ എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലങ്ങൾ നീ നൽകണം റഹ്മാനെ. ഇത് കാരണമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ വലിയ മഹബ്ബത്ത് നീ നൽകണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാഹ് ഇവിടെ കൂടി ഒരാളെയും നീ ഖായിബാക്കല്ല റഹ്മാൻ. അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും എല്ലാം വലിയ ബറക്കത്തും വലിയ സന്തോഷം നീ നൽകണം റഹ്മാനെ. നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചവരാണ് നമ്മുടെ ഉസ്താദുമാർ. അല്ലാഹു അവരുടെ ജീവിതത്തിലും കുടുംബത്തിലെല്ലാം വലിയ ബറക്കത്തും വലിയ സന്തോഷം നീ നൽകണം റഹ്മാൻ. അവരുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ കടങ്ങളെല്ലാം നീ തീർത്തു കൊടുക്കണം റഹ്മാനെ. എല്ലാ രൂപത്തിലുള്ള ഖൈറുകൾ നീ നൽകണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാഹ് നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾ ദർസ് വിദ്യാർത്ഥികൾ അവർക്കെല്ലാം വലിയ ഖൈറും സന്തോഷം നീ നൽകണം റഹ്മാനെ. അവിടെ എല്ലാ മുറാദുകൾ നീ ഹാസിലാക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാഹ് നമ്മുടെ നാട്ടിൽ യുവാക്കൾക്ക് വലിയ ബറക്കത്ത് നീ നൽകണം റഹ്മാനെ. നമ്മുടെ പരിപാടിയെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ വിജയിപ്പിക്കാം രാപ്പകൽ അധ്വാനിച്ചവരാണ് അല്ലാഹ്. അവർക്കെല്ലാം വലിയ സന്തോഷം വലിയ ഖൈറും വലിയ ജോലിയുമെല്ലാം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. വിവാഹപ്രായം എത്തിയവർക്കെല്ലാം നീ അനുയോജ്യമായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാഹ് നമ്മുടെ നാട്ടിലെ ജമാഅത്ത് കമ്മിറ്റിയും അതുപോലെ തന്നെ SSF SYS KMJ താജുൽ ഹുദ അതുപോലെ തന്നെ മീലാദ് കമ്മിറ്റിയും അതുപോലെ തന്നെ സീക്കിയും അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് റഹ്മാൻ. അതെല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലങ്ങൾ നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാഹ് നമ്മുടെ ഈ മജ്ലിസിന്റെ വിസ്തൃത സവാബ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ചും നമ്മുടെ പള്ളിയുടെ പരിസരത്ത് മറവിട്ട് കിടക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവരുടെ എല്ലാം ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. നമ്മുടെ ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ്. ഈ പരിപാടി കാരണമായി ഹബീബായ തങ്ങളെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ കാരണം കൊണ്ട് ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖാദർ ബൾപ്പ അദ്ദേഹം 5000 രൂപ ഈ പരിപാടിക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അല്ലാഹു നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നീ സ്വീകരിക്കണം റഹ്മാനെ. അതുപോലെ തന്നെ SK അബ്ദുറഹ്മാൻ 1000 രൂപ നമ്മുടെ ഈ പരിപാടിക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു നീ ആഫിയത്ത് നീ നൽകണം അല്ലാഹ്. അദ്ദേഹത്തിന്റെ കൈക്ക് ചെറിയൊരു പ്രയാസമുണ്ട്. അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ അദ്ദേഹത്തിന് നീ നല്ല ആഫിയത്തും ആരോഗ്യം നീ നൽകണം അല്ലാഹ്. ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد